താനൂരിലെ താമിർ ജിഫ്രിയുടെ കസ്റ്റഡി മരണത്തിൽ പോലീസിനെ CBI ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നത്തെ മലപ്പുറം SP ആയ സുജിത് ദാസിനെ കഴിഞ്ഞ ദിവസം CBI അവരുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ യൂണിറ്റിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. താനൂരിലെ സുജിത് ദാസിൻ്റെ അന്ന് SP ആയിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഡാൻസാഫ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആ ചെറിയ യൂണിറ്റ് അവർ ആണ് താമിർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് മലപ്പുറത്തെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SIയെ ഏൽപ്പിക്കുകയായിരുന്നു എന്നും പറയുന്നു. എന്തായാലും പോലീസ് കസ്റ്റഡി എടുത്തു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ താമിർ ജിഫ്രി മരണപ്പെട്ടു. ഇതൊരു കസ്റ്റഡി മരണമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പോലീസ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം CBIക്ക് കേസ് കൈമാറി. 4 പോലീസുകാരെ CBI ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുജിത് ദാസിൻ്റെ കീഴിലുണ്ടായിരുന്ന ഡാൻസാഫ് എന്ന ഡ്രഗ്സ് കൺട്രോളിംഗ് ഏജൻസി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഡ്രഗ്സ് പിടിക്കുന്ന ഒരു പ്രത്യേക പോലീസുകാരുടെ സംഘമാണ് താമിർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഇപ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾ. താമിർ ജിഫ്രിയെ താനൂരിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെ ചേളാരി ആലിങ്ങലിലെ ഒരു വാടക മുറിയിൽ നിന്നാണ് കസ്റ്റഡി എടുത്തെന്നാണ് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. ആ വാടക മുറിയിൽ നിന്ന് 4-5 പേരെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് പോലീസ് റെക്കോർഡ്. എന്നാൽ 12ഓളം ആൾക്കാരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തെന്നും മറ്റെവിടെയോ കൊണ്ടുപോയി അവരെ പീഡിപ്പിച്ചെന്നും അതിനുശേഷം 7ഓളം ആൾക്കാരെ പറഞ്ഞു വിട്ടുവെന്നും 5 പേരെ മലപ്പുറം പോലീസിനെ ഏൽപ്പിച്ചു എന്നാണ് വരുന്നത്. ഈ ഒരു സംഭവം വലിയ വാർത്ത അന്നായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത താമിർ ജിഫ്രിയുടെ വയറ്റിനുള്ളിൽ ഒരു ഡ്രഗ്സിൻ്റെ പ്ലാസ്റ്റിക് കവർ ചെയ്ത ഒരു പൊതി അതേപടി അൺഡൈജസ്റ്റഡ് ആയിട്ട് ലഭിക്കുകയും ചെയ്തു. ഇയാളുടെ ദേഹത്തും ശരീരത്തിലുമൊക്കെ മാരകമായ മുറിവുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അന്നിരുന്ന SIയും അന്നിരുന്ന ഹെഡ് കോൺസ്റ്റബിളും അന്നിരുന്ന GD ചാർജും അന്നിരുന്ന സെൻട്രിയും അവരാണ് അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മരിച്ചത്. പക്ഷെ അവർ പറയുന്നത് ഇവരെ കൊണ്ടുവരുമ്പം തന്നെ ഇവർ അവശരായിരുന്നു. അവരെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു. 1 മണിക്കൂറിനുള്ളിൽ ഒരാൾ ഛർദ്ദിച്ചു. ആ ഛർദി അനുസരിച്ച് അയാൾ അൺകോൺഷ്യസായി. ഉടൻ തന്നെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആൾ മരിച്ചിരിക്കുന്നു എന്നാണ്. ഈ കാര്യത്തിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SIയും പോലീസുകാരും കുറ്റക്കാരല്ല എന്ന് അവർ മൊഴി കൊടുത്തിരിക്കുന്നു CBIക്ക്. CBIക്ക് ആ മൊഴി കൃത്യമാണെന്ന് മനസ്സിലായി. മറ്റൊരു കാര്യം, 5 പേരെ കസ്റ്റഡിയിലെടുത്തവരിൽ 4 പേരും പറയുന്നത് ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ വെച്ച് ആരും മർദ്ദിച്ചിട്ടില്ല, അവർ ഞങ്ങളോട് സൗഹാർദ്ദമായിട്ടാണ് പെരുമാറിയത്. അതേസമയത്ത് വിട്ടുപോയ 7 പേര് പറയുന്നത് ഞങ്ങളെ 12 പേരെ ഒന്നിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത്, ഈ 5 പേരെ പീഡിപ്പിച്ചു പോലീസ്, ഡാൻസാഫ് പോലീസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻസ്, കറസ്പോണ്ടൻസ് അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസിനും അന്നത്തെ DYSPക്ക് അന്നത്തെ സർക്കിളിനും അറിയാം. അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോലീസ് ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു പാലത്തിൻ്റെ സമീപം പോയി ചെന്ന് ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇവരൊരു കാറിനകത്ത് ഇരിക്കുകയായിരുന്നു എന്നും ആ കാറിനകത്തുനിന്നാണ് ഇവരെ കൊണ്ടുവന്നതെന്നും അന്നത്തെ SIയും പോലീസുകാരും പറയുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, നേക്കഡ് ട്രൂത്താണ്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് അവർ കിട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞു. പിന്നീട് അത് CBIക്കും ബോധ്യപ്പെട്ടു. ഇപ്പം ഇതിനകത്ത് ആരാണ് അവരെ കസ്റ്റഡി എടുക്കാൻ നിർദ്ദേശം കൊടുത്തത്,
എവിടെയാണ് അവരെ കൊണ്ടുവന്നത്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് CBIക്ക് ഏകദേശം മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്കുള്ള നടപടിയുടെ പ്രാരംഭമാണ് ഇപ്പോൾ സുജിത് ദാസിനെ ചോദ്യം ചെയ്തു എന്ന് കരുതുന്നു. ഇതുകൊണ്ടാണ് സുജിത് ദാസ് അൻവറിൻ്റെ അടുത്ത് പറഞ്ഞ് കാല് പിടിച്ചത്. കാരണം തങ്ങൾക്കെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കരുത്. ഈ കസ്റ്റഡി മരിച്ച താമിർ ജഫ്രിയുടെ കുടുംബാംഗങ്ങളെയും കൂടെ ഉണ്ടായിരുന്ന ആ ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് പറയുന്ന 4 പേര് വിട്ട 7 പേരെയൊക്കെ PV അൻവർ MLA തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്ത് താമിർ ജഫ്രിയുടെ വീട്ടുകാർ കൈ വിവരങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദുഃഖം അദ്ദേഹത്തിൻ്റെ PV അൻവറിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ ഈ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഒരു പയ്യൻ്റെ ഡ്രഗ്സ് അടിച്ചാലും മദ്യപനായാലും ശരി, ആ മാതാപിതാക്കൾ അവരുടെ ഓമന മകൻ തന്നെയാണ്. പോലീസ് കസ്റ്റഡി മരിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ മകനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖവും പ്രയാസവും അവർക്കുണ്ട്. അവർ അതിനെതിരെ ശബ്ദിക്കും. അവരുടെ സങ്കടം പോയി PV അൻവർ MLA ധരിപ്പിച്ചു. പലരിടത്തും അവർ പോയിട്ടുണ്ടാവും. പക്ഷേ PV അൻവർ MLAക്ക് മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പുറത്തേക്ക് വരാൻ ധൈര്യമുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ ഒരു പ്രശ്നത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുരുങ്ങും. ആ സുജിത് ദാസും കൂടെ ഉണ്ടായിരുന്ന DYSPയും സർക്കിൾ ഇൻസ്പെക്ടറുമാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് ഒരു 40 വയസ്സുകാരി രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുവെ നോക്കിക്കഴിയുമ്പം പോലീസ് ഉദ്യോഗസ്ഥ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. സത്യം നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. സത്യം എപ്പോഴും മുന്നോട്ട് വരും. സത്യം എപ്പോഴും ജയിക്കും. ഇടയ്ക്ക് എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, സത്യം മുന്നിൽ തന്നെ നിൽക്കുമെന്നാണ് എന്നെപ്പോലുള്ളവരുടെയൊക്കെ അനുഭവം. നമുക്കത് സപ്രസ് ചെയ്യാൻ കഴിയില്ല. സ്വാധീനമോ രാഷ്ട്രീയ സ്വാധീനമോ സാമ്പത്തിക സ്വാധീനമോ ഒന്നും അവിടെ വിലപ്പോവില്ല. ഇവിടെ ഒരാളുടെ താമിർ ജഫ്രിയുടെ ആ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് പരിഹാരം ഉണ്ടാകണം. അതിലേക്കാണ് അൻവർ MLA മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് ആ വിവരങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി എടുത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സത്യം പതുക്കെ വെളിയിലോട്ട് വരുന്നു. CBI പ്രാഥമികമായി സുജിത് ദാസിനെ ചോദ്യം ചെയ്തു. തനിക്കെതിരായിട്ടുള്ള നീക്കം അത് കൊലക്കേസിലേക്കാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം സുജിത് ദാസ് അദ്ദേഹത്തിനെ വിളിച്ച് കാലു പിടിച്ച് സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കൈപ്പിഴ സംഭവിച്ചിരിക്കുന്നു സുജിത് ദാസിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹത്തിനെതിരായിട്ട് വന്നിരിക്കുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇങ്ങനെയുള്ള ആരോപണം വളരെ സീരിയസ് ആണ്. അതിലേക്കും പോലീസിൻ്റെ അന്വേഷണം നീളുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ ADGPയുടെ പുറത്തും അന്നത്തെ ADGP ആയിരുന്ന, അല്ലെ ഇന്നും അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇതുപോലെ സീരിയസ് ആയ ആരോപണം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. 2 മർഡർ കേസിനകത്ത് അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ പ്രതികളെ ഒളിച്ചു വച്ചെന്നോ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നോ ഒക്കെയുള്ള ആരോപണങ്ങൾ ആണ് ഒന്നിനു പിറകെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.